എവരിവൺ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീഡിയോ ചെയ്യാണ്. ഞാൻ പുതിയതായിട്ടൊരു ഓപ്പൺ റോഡിൻ്റെ ഇസെഡ് സിഗ്മ വേരിയൻറ്റ് ബൈക്ക് എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് ഓപ്പൺ റോഡിൻ്റെ ഇസെഡ് സിഗ്മ എന്നുള്ള മോഡലാണ്. അപ്പോൾ അതിൻ്റെ 4.4 kW സയാൻ കളർ, ബ്ലൂ സയാൻ കളർ വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്കൊന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് ബൈക്കിൻ്റെ ബാറ്ററി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സീറ്റിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലും ചെറിയ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കീ ഓണാക്കി കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഇങ്ങനെ പാർക്കിംഗ് മോഡിലായിരിക്കും. അതേപോലെ നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണാക്കാനായിട്ട് പറ്റില്ല. നമുക്ക് സ്റ്റാൻഡ് തിരിച്ച് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ മോഡും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കിൽ സ്വിച്ച് ഓൺ ആണെങ്കിൽ അതും അപ്പോൾ ഓണാക്കാൻ പറ്റില്ല. നമ്മൾ ഓണാവില്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് ഇട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കിൽ സ്വിച്ച് മാറ്റിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ താഴത്തെ ലൈറ്റ് എപ്പോഴും കത്തിയാണ് കിടക്കുക. അതുപോലെ മുകളിലത്തെ ലൈറ്റ് വരുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, നല്ല ഡിസ്റ്റൻസൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നൈറ്റൊക്കെ പോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ വരുന്നത് ആ ഒരു ഏരിയയിലാണ്. പിന്നെ ഇത് നമ്മുടെ ബെൽറ്റ് വരുന്നത്. അതുപോലെ ഹോൺ ഇങ്ങനെയൊരു സൗണ്ടാണുള്ളത്. ഇൻഡിക്കേറ്റർ, ഇങ്ങനെയൊരു ഹെൽമെറ്റാണ് നമുക്ക് വണ്ടിയുടെ കൂടെ കിട്ടുക. പിന്നെ നമുക്ക് ഹാഫ് ഫേസ് ആണെങ്കിൽ ഹാഫ് ഫേസ് കിട്ടും. ഇതിപ്പോൾ ഫുൾ ഫേസ് ആയിട്ട് അങ്ങനെ എടുത്തതാണ്, അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അതുപോലെ വണ്ടിയിലെ സ്റ്റോറേജ് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയിലെ സ്റ്റോറേജാണ് അത്യാവശ്യം ഉണ്ട്. നമുക്ക് ഫോണോ അതുപോലെ പവർ ബാങ്കോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കാം. പവർ ബാങ്കൊന്നും ഇട്ട് വെച്ചിട്ട് പോരുത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ചാർജ് ചെയ്യുക. ഇതിപ്പോൾ ക്യാപ്പ് അടച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് തുറക്കും. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചാർജറിൻ്റെ കേബിൾ നമുക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് സീറ്റിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സീറ്റ് ഇങ്ങനെ വലിച്ചു തുറന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചാർജർ ഇങ്ങനെ വരുന്നുണ്ടാവും. അതുപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും വരുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. പവർ പ്ലഗിലാണ് നമ്മൾ കുത്തുക. പിന്നെ ചാർജറിൻ്റെ അറ്റം ഇങ്ങനെയാണ്. നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ഈ ഒരു പോർഷനിൽ ചാർജിൻ്റെ കളർ ഉണ്ടാവും. ആദ്യം ചാർജ് കുറവാണെങ്കിൽ ബ്ലൂ കളറ്, അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ചാർജ് ചെയ്യുമ്പോൾ പച്ച മിന്നി കത്തും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫുള്ളായി കഴിയുമ്പോൾ പച്ച സ്റ്റോപ്പായിട്ട് അങ്ങനെ തന്നെ നിൽക്കും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ചാർജിൻ്റെ ഈ ഒരു ഭാഗത്ത് MCB വരുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഫോൾട്ട് എന്തെങ്കിലും വരുമ്പോൾ ഇത് തന്നെ അങ്ങ് ട്രിപ്പ് ആയിക്കോളും. പിന്നെ നമുക്കത് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ ഈ റീസെറ്റും ഒന്ന് കുറച്ചൊന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ മതി, അങ്ങനെ റീസെറ്റ് ആക്കാൻ പറ്റും. ഇതിൽ അത്യാവശ്യം സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ 2 കിലോ അരിയൊക്കെ വാങ്ങിച്ച് വന്നപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ വെച്ച് കൊണ്ടുവരാനായിട്ട് പറ്റിയായിരുന്നു. അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും അത്യാവശ്യം കുറച്ചുണ്ട്. ഈ ഒരു ഭാഗം വരെയുണ്ട്. നമുക്ക് ഫോണും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലും നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ട്. സീറ്റ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് സീറ്റ് ഹൈറ്റ് അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഹൈറ്റ് 167 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ഞാൻ ഇതിന്മേൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ജസ്റ്റ് 2 കാലും ഇങ്ങനെ നിൽക്കുള്ളൂ. ഫുള്ളായിട്ട് അങ്ങനെ എന്താ പറയുക, താഴെ ഇങ്ങനെ കുത്തി നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ ഒരു സൈഡ് കുത്തി ഒരു സൈഡിൽ നിന്ന് കയറ്റി വെച്ച് അങ്ങനെയൊക്കെ നിൽക്കാം. വണ്ടി എങ്ങനെ സ്റ്റാർട്ടാക്കാം, എങ്ങനെ ഓടിക്കാം, അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു കിൽ സ്വിച്ച് അത് ഓണാണ്. അതിൻ്റെ സിമ്പിളും അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ് അല്ല സൈഡ് സ്റ്റാൻഡ്, ഇത് രണ്ടും ഓണാന്നുള്ള സിമ്പിൾ ഇവിടെ കാണാം. ഇപ്പോൾ അതെ ഞാൻ സ്റ്റാൻഡ് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ പോയി അതുപോലെ തന്നെ കിൽ സ്വിച്ച് മാറ്റി. ഇനി നമുക്ക് ഓണാക്കാം. ഇതെങ്ങനെയാണ് ഓണാക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മോഡിലാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുക, എന്നിട്ട് ഇതുമൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് വിടുക. അപ്പോൾ എക്കോ മോഡിലേക്കാണ്. അതുപോലെ തന്നെ ഈ അടുത്ത മോഡിലേക്ക് മാറ്റാൻ വേണ്ടി വേറെ ബ്രേക്കൊന്നും പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതുമേ വീണ്ടും പ്രസ് ചെയ്താൽ മതി. അപ്പോൾ സിറ്റി മോഡ്, അതുപോലെ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹവോക്ക് മോഡ്. ഇതിലിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട, കാരണം അത്യാവശ്യം നല്ല പവറുള്ളതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് തിരിച്ച് വരണമെങ്കിൽ വീണ്ടും പ്രസ് ചെയ്താൽ സിറ്റി, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോ മോഡ്. അങ്ങനെയുള്ള മോഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റാം. സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ കാണാം. അതൊന്നുമല്ല, നമ്മളിപ്പോൾ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്, അതിന് പ്രത്യേകിച്ച് സൗണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ചിലപ്പോൾ ഇവിടെ നിന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകും. അതുകൊണ്ട് ഈ ഒരു സൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി ഓണാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഒന്ന് സ്ലോ ആക്കി വന്ന് ഫുൾ അങ്ങ് സ്ലോ ആയി വരുമ്പോഴേക്കും ഈ ഒരു സൗണ്ട് കേൾക്കാം. പിന്നെ നമ്മൾ എടുത്ത് ഒരു 3 കിലോമീറ്റർ 5 കിലോമീറ്റർ സ്പീഡ് എത്തി കഴിയുമ്പോഴേക്കും ആ ഒരു ഇൻഡിക്കേറ്റർ തന്നെ അങ്ങ് നിന്നോളും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക്
റിവേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കിൽ സ്വിച്ച് ഒന്ന് ഇടുക. അതുപോലെ പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട് റിവേഴ്സ് ഒന്ന് ഞെക്കണം, അല്ലെങ്കിൽ ആവില്ല. ഞാൻ ഇപ്പോൾ ബ്രേക്ക് പിടിച്ചിട്ടില്ല. ഇനി ബ്രേക്ക് പിടിക്കാൻ ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് കൈ കിട്ടില്ല, എന്നാലും കാണിച്ചു തരാം. ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി റിവേഴ്സ് തൊട്ടു, എന്നിട്ട് വിട്ടു. ഇപ്പോൾ റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നോട്ട് പോകും. അത്യാവശ്യം നല്ല പവറുണ്ട്. സ്പീഡ് ഏകദേശം 3 കിലോമീറ്റർ സ്പീഡുള്ളൂ, പക്ഷേ നല്ല പവറുണ്ട് റിവേഴ്സ്. ഇനി നമുക്ക് റിവേഴ്സ് എടുത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും പഴയ മോഡിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതങ്ങ് ഇട്ടാൽ മതി. പിന്നെ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ എക്കോ മോഡിലേക്കായി. ഇനി നമുക്ക് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ എക്കോ മോഡിൽ അങ്ങ് സുഖമായിട്ട് പോവാം. ഇപ്പോൾ നിലവിലിപ്പോൾ ചാർജ് ഭയങ്കര കുറവാണ്. നമ്മൾ ഇപ്പോൾ ഷോറൂമുകാരൊക്കെ ഡെയിലി ചാർജ് ചെയ്തോ 99 ആണെങ്കിലും 100 ആക്കിക്കോ എന്നൊക്കെ പറയും. പക്ഷേ നമ്മളങ്ങനെ നോക്കണ്ട. ഒരു 20-80 ഇടയിൽ, ആ ഒരു ഇടയിൽ നമ്മൾ ചാർജ് എപ്പോഴും നിലനിർത്താൻ മതി. 20 താഴോട്ട് അങ്ങനെ പോകാതൊക്കെ നോക്കുക. അതുപോലെ ഡെയിലി അങ്ങനെ ചാർജ് ചെയ്യുന്നൊന്നും വേണ്ട, അത് ബാറ്ററിക്ക് നല്ലതല്ല. അവർ LFP ആണ് അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഒരു ബാറ്ററിയുടെ ഒരു ലൈഫിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുക. 20-80 ഇടയിൽ നമുക്ക് ലോങ് ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫുൾ ചാർജ് ആക്കാം. അതുപോലെ തന്നെ ഡെയിലി കട്ട് ഓഫ് ആക്കാനൊക്കെ പറയും. അങ്ങനെ കട്ട് ഓഫ് ആക്കാൻ ഡെയിലി ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കാലിബ്രേഷൻ മാത്രമാണ് നമ്മൾ കട്ട് ഓഫ് ആക്കേണ്ട ആവശ്യം. നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇപ്പോൾ എക്കോ മോഡിലാണ് ഇൻഡിക്കേറ്റർ ബസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് നീങ്ങും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ ഇലക്ട്രിക് വണ്ടിയൊക്കെ എടുക്കണവർ പതുക്കെ അങ്ങ് കൊടുത്ത് ശീലിക്കുക. ഒറ്റയടിക്കും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പോകും. ഇങ്ങനെയാണ് എക്കോ മോഡിൽ പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോഡ് മാറ്റിയ സിറ്റി മോഡ്. പിന്നെ അതുപോലെ ഹെവോക്കിൽ കൊടുത്താൽ അത്യാവശ്യം നല്ല പവറുണ്ട്. ഹെവോക്കിൽ കൊടുത്തു കഴിയുമ്പോൾ നല്ല പവറിൽ പോകും. പെട്ടെന്ന് തന്നെ സ്പീഡ് കെട്ടാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ നിലവിലിപ്പോൾ ചാർജ് കാണിക്കുന്നത് 26%. ഈ ഒരു 26%-ൽ 36 കിലോമീറ്റർ ഓടുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു സ്പീഡ് നമ്മൾ ഈ ഒരു കിലോമീറ്റർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30 ആ ഒരു സ്പീഡിലൊക്കെ പോയാൽ മാത്രമാണ് നമുക്ക് കിട്ടുക. നമ്മൾ മുകളിലേക്ക് സ്പീഡ് എടുക്കുന്തോറും പെട്ടെന്ന് ഈ കിലോമീറ്റർ അങ്ങ് കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് എത്തണം, ചാർജും വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി സ്പീഡ് കുറച്ച് പോകണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിൽ പറഞ്ഞ കിലോമീറ്റർ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇറക്കമൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഫുള്ള് ആക്സിലേറ്റർ റിലീസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ലെഫ്റ്റ് ബ്രേക്ക് ഒന്ന് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ വിടുമ്പോഴേക്കും നമുക്ക് വണ്ടി തന്നെ ബ്രേക്ക് പിടിക്കുന്ന പോലെ തോന്നും. വണ്ടി ഇറക്കത്ത് ഓടുമ്പോൾ പതുക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് പിടിച്ച പോലെ തോന്നും. അപ്പോൾ ആ ഒരു ഘട്ടങ്ങളിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വർക്ക് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മോട്ടർ റിവേഴ്സായിട്ട് കറങ്ങിയിട്ട് നമ്മുടെ ബാറ്ററിക്ക് ചാർജ് കയറും. അത് പറഞ്ഞ പോലെ ഒരു 10%, 20% അങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് കയറില്ല, പതുക്കെ കുറച്ചേ കയറുള്ളൂ. പക്ഷേ എനിക്ക് അത്യാവശ്യം അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വട്ടം ചാർജർ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ അവിടെ തൃശ്ശൂർ സർവീസ് സെൻ്ററിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഏകദേശം തൃശ്ശൂർക്ക് 37 കിലോമീറ്റർ, തൃശ്ശൂരിൽ നിന്ന് ഈ സർവീസ് സെൻ്ററിലേക്ക് 37 കിലോമീറ്റർ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ബാറ്ററിക്ക് അനുസരിച്ചിട്ട് ഓടിക്കഴിഞ്ഞിട്ട് ആകെ ഇതിൽ ബാറ്ററി പെർസെൻറ്റേജ് 40 സംതിങ്ങോ അല്ല, ബാറ്ററി പെർസെൻറ്റേജ് അല്ല, കിലോമീറ്റർ 44 ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 11-12 കിലോമീറ്റർ ബാക്കി കാണിച്ചായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പരമാവധി സ്പീഡ് കുറച്ച് പോയിട്ടും അതുപോലെ തന്നെ ഇറക്കം വരുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ അത്ര മൈലേജ് അങ്ങനെ കുറച്ച് കൂടുതൽ കിട്ടിയത്. നമ്മളിപ്പോൾ വണ്ടി ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫുൾ ചാർജ് ആകുമ്പോൾ ഇവിടെ 140 കിലോമീറ്ററാണ് കാണിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ പതുക്കെ ഒരു 25-30, നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ ആ ഒരു കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 140 അല്ല, അതിലും കുറച്ചും കൂടി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 140 കാണിക്കുള്ളൂ. പക്ഷേ നമ്മളൊരു 2 കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാലും ഒരു മാറ്റമില്ലാണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ചില ഘട്ടങ്ങളിൽ നമ്മൾ സ്പീഡിലൊക്കെ പോകുകയാണെങ്കിലും ഒരു മാറ്റമില്ലാണ്ട് നിൽക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു 2% ഇറങ്ങും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി മാനേജ് സിസ്റ്റം അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് ചേഞ്ച് ചെയ്യുന്നതാണ്. ഇനി ഇത്ര കിട്ടുള്ളൂ. ഹോണൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമുക്ക് ഹോണും ഇതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ, മോഡിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വാറൻറ്റിയൊക്കെ പോകും. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. വണ്ടി വാങ്ങിക്കണമെങ്കിൽ അതേപോലെ തന്നെ കൊണ്ടുവന്നാൽ മതി. വേറെ എക്സ്ട്രാ ഫിറ്റിങ്ങോ അതൊന്നും ചെയ്യേണ്ട. അല്ലേ, ഇവിടെയാണ് നമുക്ക് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ട്രിപ്പ് A ആണ്, ഇതുമനിക്കുക ട്രിപ്പ് B ആണ്. ഇതുമ്പോൾ നമുക്ക് ട്രിപ്പുകൾ ഇങ്ങനെ മാറ്റാൻ. ഇനിയിപ്പോൾ ട്രിപ്പ് A അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഈ S ഉണ്ടല്ലോ, ഇത് S, ഇത് M. ഈ SM ഒന്ന് കുറച്ചേരം ഞെക്കി പിടിക്കുക. അപ്പോൾ അത് 0 ആവും. അപ്പോൾ ട്രിപ്പ് 0 ആയി. ഇനി നമ്മൾ ഓടുമ്പോൾ അതിനനുസരിച്ചുള്ള കിലോമീറ്റർ കാണിക്കും. പക്ഷേ ഇതിലത്തെ മീറ്റർ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് പുതുക്കാടുക്ക് ഏകദേശം 8.4 കിലോമീറ്റർ സംതിങ് ഉണ്ട്. പക്ഷേ വണ്ടി അവിടെ എത്തുമ്പോൾ 7 കിലോമീറ്റർ സംതിങ് ആണ് ഇതിൽ കാണിക്കുള്ളൂ. ഞാൻ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇട്ട് നോക്കിയായിരുന്നു. അതുപോലെ തന്നെ ഇതിന് ഒബൻ്റെ ആപ്പ് വരുന്നുണ്ട്. ആപ്പിലും ഒരുപാട് ബഗ്ഗുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ആപ്പ് യൂസ് ചെയ്തിട്ട് ആപ്പിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ മാപ്പ് ഉണ്ട്. അതിലും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളൊന്നും അടിച്ചു കൊടുത്താൽ അതിലൊന്നും കാണിക്കില്ല. മീൻസ് എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കടയുടെ പേരോ നമുക്ക് ഗൂഗിൾ മാപ്പിലുണ്ടാവും, പക്ഷെ നമ്മൾ ഇതിൻ്റെ മാപ്പിൽ അടിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കില്ല. വലിയ അത്യാവശ്യം സ്ഥലങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അതിലിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ മാപ്പ് സ്ഥലം ആദ്യം ഇടണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. പിന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ട്രെയിറ്റ് 200 മീറ്റർ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിയുക, റൈറ്റ് തിരിയുക, അങ്ങനത്തെ ഇത് മാത്രം അങ്ങനെ കാണിക്കണം ചെയ്യുക. ഈ ഒരു ഏരിയയിലാണ് കാണിക്കുക. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ടൈമിൽ അങ്ങ് ആപ്പ് തന്നെ അങ്ങ് ഡിസ്കണക്റ്റ് ആവും. അതുപോലെ തന്നെ എന്താ പറയുക, ചില ടൈമിൽ മാപ്പ് തെറ്റിച്ച് കാണിക്കുന്നുണ്ട്. ഭയങ്കര ലാഗും ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു 200 മീറ്ററാണ് വേണ്ടത്, പക്ഷേ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കഴിയുമ്പോൾ ഇനി 300 മീറ്റർ വേണം, 500 മീറ്റർ വേണം, അങ്ങനെ കൂടി വരുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലത്തെ മാപ്പ് അത്ര വലിയ കാര്യമൊന്നുമില്ല. അതാണ് ആപ്പിൻ്റെ ഒരു കേസിൽ വരുന്നത്. പിന്നെ ആപ്പിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി നമ്മൾ ചാർജിന് ഇട്ടാലും അതുപോലെ എന്താ പറയുക, നമ്മൾ വണ്ടി ഓൺ ആക്കിയില്ലെങ്കിലും വണ്ടിയിൽ എത്ര % ചാർജ് ഉണ്ട് അതൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ജിയോ ഫെൻസിങ് അങ്ങനത്തെ സംഭവം ഉണ്ട്. നമുക്കിപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി വെച്ചിട്ട് ഇത്ര മീറ്റർ നമ്മൾ വണ്ടി നീങ്ങി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുള്ള രീതിയിൽ. പക്ഷേ നോട്ടിഫിക്കേഷൻ ഞാൻ നോക്കിയായിരുന്നു, അതങ്ങനെ പുറത്തേക്ക് അങ്ങനെ വലിയ നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് തുറക്കുമ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്നായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആപ്പിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഒരു ഇത്ര മീറ്റർ നീങ്ങി, അപ്പോൾ ഇത്ര % ചാർജ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതൊക്കെ കൃത്യമായിട്ട് ആപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. കുറച്ച് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മാത്രം അത്യാവശ്യം വെയിൽ കൊള്ളുമ്പോഴോ ഒക്കെ അതിങ്ങനെ കളറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തും പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചൊന്ന് തുടച്ചുകൊണ്ട് ഇങ്ങനെ ആയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെറുതായിട്ടൊന്ന് നീങ്ങി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ. കാലത്ത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചെറിയൊരു മറ്റേലിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന പോലത്തെ സൗണ്ടൊക്കെ ബെൽറ്റിൻ്റെ അവിടെ നിന്ന് കേൾക്കാം. പക്ഷേ കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ ഒരു 1 കിലോമീറ്റർ സംതിങ് ഒക്കെ ഒന്ന് ഓടിക്കഴിയുമ്പോൾ ആ സൗണ്ട് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ വല്ല മോയ്സ്ചറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടും ആവുന്നതാവാം, അറിയില്ല എങ്ങനെയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നല്ലോണം ചെളി തെറിക്കുന്നുണ്ട്. ഇവിടേക്ക് ചെറിയ രീതിയിലേക്ക് ഒന്ന് വെള്ളം ഉണ്ടെങ്കിലും നല്ല രീതിക്ക് ഈ ഒരു ഭാഗത്തേക്ക് ചെളി തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. നല്ല രീതിക്ക് മേത്തേക്ക് ചെളി തെറിക്കും ഇതൊക്കെ എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ. പിന്നെ ഇപ്പോൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഒരെണ്ണം മാത്രമേ ചവിട്ടി കയറാനുള്ളതുള്ളൂ. ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. മോളിക്കൊക്കെ കയറുമ്പോൾ അമ്മമാർക്കൊക്കെ കയറാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് സൈഡിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുമൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ ഇതുമൊക്കെയായിട്ട് ചവിട്ടി ഇരിക്കേണ്ട വേണ്ട വരും. കാരണം എക്സ്ട്രാ മറ്റേ ഫുഡ് റെസ്റ്റ് വേറെ ഇല്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് സീറ്റ്. പിന്നെ അതുപോലെ ബാക്കിലത്തെ ബ്രേക്കിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു മൂളിച്ച അങ്ങനത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സാധാരണ അത് ബ്രേക്ക് തീരാറാവുമ്പോഴും ബ്രേക്ക് പൊട്ടിപ്പോകുമ്പോഴും അങ്ങനത്തെ ഒരു ഘട്ടങ്ങളൊക്കെ വരേണ്ട സൗണ്ടാണ്. പക്ഷേ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1.5 മാസം ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ സൗണ്ട് വരുമെന്ന് അറിയില്ല. ഞാൻ ഒരു വട്ടം കാണിച്ചായിരുന്നു ഷോറൂമിൽ. നമുക്ക് മിററൊന്നും ജസ്റ്റ് വേറെ ഒരു ടൈപ്പ് മതിയായിരുന്നു. ഇതിപ്പോൾ സാധാരണ ഒരു ടൈപ്പ് മിററായിപ്പോയി. കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു മിററാണെങ്കിൽ നന്നായിരുന്നു. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ഈ ഒരു ഏരിയ പരമാവധി വെയിലൊന്നും അടിക്കാതെയും അതുപോലെ തന്നെ മഴയൊന്നും അധികം കൊള്ളാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നല്ല പ്രഷർ വാഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിലേക്കൊന്നും പ്രഷർ വാഷ് ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞേക്കണേ. കാരണം ഇപ്പോൾ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് മഴ കൊണ്ട് കഴിഞ്ഞ സമയത്ത് തന്നെ നൈസായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഹൈ ബീമിലിടുന്ന സമയത്ത് ഇത് കാണിക്കുമല്ലോ, ഇത് ഹൈ ബീം ഇടാതെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി വീട്ടിലൊക്കെ വയ്ക്കുമ്പോഴും ഒക്കെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ചെറിയൊരു ടവൽ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം. അതുപോലെ വണ്ടി എടുത്ത സമയത്ത് അവരെല്ലാ ഭാഗത്തും ഇപ്പോൾ ഒരു സാൻ കളർ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ അവർ എല്ലായിടത്തും ബ്ലൂ ഇങ്ങനെ കുത്തി വെച്ചിരിക്കണം. അത് ഭയങ്കര മോശമായിട്ട് തോന്നി. എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പകുതി മാച്ച് ഇങ്ങനെ കളഞ്ഞതാണ്, കുറേ അങ്ങ് പോകുന്നില്ല. വണ്ടിക്ക് ശരിക്കും റേറ്റ് വരുന്നത് ഇത് 4.4 kW അതിൻ്റെ അങ്ങനത്തെ ഒരു വേരിയൻ്റാണ്. അപ്പോൾ ശരിക്കും ഇതിന് റേറ്റ് വരുന്നത് 1.65 ആണ്. പക്ഷേ ആ ഒരു ടൈമിൽ ഓഫർ ഉണ്ടായിരുന്നു, ഒരു 10,000 രൂപ കുറവ്. അത് മെയിൻ വിലയിൽ ഒരു 10,000 രൂപ കുറവ്. അതുപോലെ തന്നെ ബാക്കി RTOൻ്റെ ആ ഒരു കേസിലുണ്ടല്ലോ, അതിനും ഒരു 10,000 രൂപ കുറവ് വേറെ കിട്ടി. അതുപോലെ തന്നെ 3 കൊല്ലത്തെയാണ് ശരിക്കും വാറൻറ്റി വരുന്നത്. പക്ഷേ ആ ഒരു ടൈമിൽ 5 കൊല്ലത്തെ വാറൻറ്റിയും കിട്ടി. അതുപോലെ ആപ്പും ഫ്രീ ആയിട്ട് കിട്ടി. അല്ലാത്ത കേസിൽ നമുക്ക് ആപ്പിന് വേണ്ടിയിട്ട് എന്തോ 2,000 രൂപ എക്സ്ട്രാ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്.
ഞാൻ വണ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്ത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഓരോ കാർഡുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആക്സിസ് അതുപോലെ HDFC അങ്ങനത്തെ കാർഡുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവുകളൊക്കെ വരും. അപ്പോൾ നമുക്ക് അതുവഴി ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഏത് ഷോറൂമിൽ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് അയച്ചു കൊടുത്താൽ മതി, അവരായിട്ട് മുന്നേ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെലിവറി അവിടെ നിന്ന് തന്നെ ഇറക്കാം. അതുപോലെ തന്നെ ഞാൻ എടുത്തത് കൊച്ചി ഷോറൂമിൽ നിന്നാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത് തൃശ്ശൂർ ഷോറൂമാണ്. അതുപോലെ മലപ്പുറം ഷോറൂമിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തായിരുന്നു. അത് മറ്റേ 3000 കൊടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞായിരുന്നു എപ്പോൾ ബുക്കിംഗ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ക്യാഷ് കിട്ടുന്നു. പക്ഷേ അത് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് ലാഗ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ക്യാഷ് റീഫണ്ട് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മലപ്പുറത്തുനിന്ന് പിന്നെ എടുക്കാനായിട്ട് നിന്നില്ല, മലപ്പുറം പെരിന്തൽമണ്ണ ആ ഒരു ബ്രാഞ്ചിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തത് കൊച്ചിയിൽ നിന്നാണ്. പക്ഷേ എടുക്കണ വരെയുള്ള ഒരു ഇത് നമുക്കങ്ങനെ പിന്നെ കൊച്ചിയിൽ നിന്ന് അങ്ങനെ കിട്ടുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ തൃശ്ശൂർ ഷോറൂമിലേക്ക് എപ്പോൾ മെസ്സേജ് അയച്ചാലും ഒക്കെ അങ്ങനെ റിപ്ലൈ കിട്ടുന്നുണ്ട്. അതുപോലെ സർവീസിനൊക്കെ എനിക്ക് പോകാൻ എളുപ്പം തൃശ്ശൂരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തുള്ളവർക്ക് എടുക്കണമെങ്കിൽ തൃശ്ശൂർ ഷോറൂമിൽ തന്നെ എടുക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കൊച്ചിയിൽ സർവീസ് അത്ര ഇതായിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചാർജറൊന്നും അടിച്ചു പോയായിരുന്നു. ചാർജറിൽ ലൈറ്റ് കത്തുണ്ടായിരുന്നു, പക്ഷേ ചാർജ് കയറുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തൃശ്ശൂർ ഷോറൂമിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ചാർജർ എന്നിട്ട് വേറെ അയച്ചു തന്ന്, തൃശ്ശൂർ ഷോറൂമിലുണ്ടായില്ല, വേറെ സ്ഥലത്ത് നിന്ന് അയച്ചു തന്നു. ഞാനിട്ട് എൻ്റെ പഴയ തിരിച്ചങ്ങ് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഓക്കെ, പിന്നെ കുഴപ്പമില്ല. സീറ്റിൻ്റെ കുഷ്യൻ അത്യാവശ്യം നല്ല കുറവാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഓടിക്കുന്ന ആൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് എന്താ പറയുക, ഒരു കമ്പിയുമായിരിക്കണ പോലെയാണ് നമുക്ക് തോന്നുക ഈ ഒരു ഭാഗത്ത്. പിന്നെ ബാക്കിൽ ഒരാളുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ കാണിക്കുന്ന മൈലേജ് ഉണ്ടല്ലോ, നമ്മൾ ബാക്കിൽ ഒരാൾ കൂടി വരുമ്പോൾ ഏകദേശം ഒരു 10-15% കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഒരു ഇത്ര കിലോമീറ്റർ പോയി വരണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോണ പോലെ ആവില്ല, ഒരു ബാക്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത്ര കുറവ് വരാൻ ചാൻസ് ഉണ്ട്. 10-15% അല്ല, 10-15 കിലോമീറ്റർ വരെ കുറവ് വരാം. നമ്മൾ ആക്ച്വലി നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ പോയി വരണം. പക്ഷേ നമ്മൾ ഇപ്പോൾ എക്കോ മോഡിൽ ആ ഒരു സ്പീഡിൽ തന്നെ പോയി വരികയാണ്. പക്ഷേ നമുക്ക് ഒരു 45 കിലോമീറ്റർ എക്സ്ട്രാ ഒരു 15 കിലോമീറ്റർ അങ്ങനെ പോകും. ചിലപ്പോൾ വണ്ടി എടുത്തത് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നൊരു സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസൊക്കെ വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് ഒന്ന് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ വേറെ സൗണ്ടില്ല. അതുവരെ അത്യാവശ്യം ചെറിയൊരു ഇങ്ങനെ ആടുന്ന പോലെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററിന് കുറച്ച് നല്ല ക്വാളിറ്റി കുറവുണ്ട്. കാരണം ആരെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഒടിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാണത്. അപ്പോൾ അതുകൊണ്ട് വെക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക, എവിടെയെങ്കിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റിൻ്റെ ഗ്യാപ്പിൽ ബെൽറ്റിനാണ് മെയിനായിട്ട് എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വരാൻ ഉള്ള ചാൻസ്. അപ്പോൾ നമ്മൾ ബെൽറ്റ് അങ്ങ് ക്ലീൻ ചെയ്യുക. ബെൽറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ പല്ലിൻ്റെ ഇടയിലോ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലുമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് കുറയും. അതുപോലെ ഇതിൻ്റെ ബ്രേക്ക് UBA ആണ്. ഈ UBAക്ക് പകരം ABS ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കുറച്ചുകൂടി അല്ല, നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. അതായത് ABSൽ സ്കിഡ് ആവില്ല, അങ്ങനെ ബ്രേക്ക് ലോക്കായി പോവില്ല. ഇതിലാവുമ്പോൾ ലോക്കാവും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓടിച്ച് വരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാൾ മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോഴേക്കും ബാക്കൊന്ന് സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ABS ആണെങ്കിൽ അങ്ങനെ സ്കിഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ സ്പീഡ് കുറച്ചങ്ങ് പോവുക. കാരണം സ്കിഡ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട്. അതുപോലെ നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആക്സിലേറ്റർ കൊടുത്തിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ നീങ്ങിന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ കാണിച്ചു വരും, പക്ഷേ നീങ്ങിന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്വിച്ച് ഒന്നിട്ടിട്ട് വീണ്ടും ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് തന്നെ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഇതിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ബ്രേക്കും ഇതങ്ങ് പ്രസ് ചെയ്താൽ മതി. വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്താണ്. ഇപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടിയിൽ നിന്ന് അതുപോലെ ഒരു ഇലക്ട്രിക്കിലേക്ക് മാറി കഴിയുമ്പോൾ നല്ല സ്മൂത്താണ് ഓടിക്കാനായിട്ട്. അങ്ങനെ നടുവേദനയോ കുറേ ലോങ് ഓടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടുവേദനയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല സ്മൂത്താണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ 1.5 മാസമായിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ടില്ല. അത്യാവശ്യം നല്ല പോയിട്ടുണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് 1800 സംതിങ് പോയിട്ടുണ്ട്. പക്ഷേ പെട്രോൾ പമ്പിൽ ഇതുവരെ കയറേണ്ട വന്നിട്ടില്ല ഇത്ര നാളും. അപ്പോൾ നല്ല പൈസ, നല്ല ലാഭമാണ്. ഇലക്ട്രിക് ഓടിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് പിടിക്കേണ്ട, ഗിയർ മാറ്റണ്ട, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. എടുക്കുക, സ്റ്റാർട്ടാക്കാൻ പോവുക, ആവശ്യമുള്ളപ്പോൾ മോഡ് മാറ്റുക. അതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ അപശബ്ദങ്ങളൊക്കെ കേൾക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല.
നമ്മുടെ ലോ ബീമിൽ ഇങ്ങനെ ഒരു ലൈറ്റാണ് ഉണ്ടാവുക. ഇനി ഹൈ ബീമിൽ കാണിച്ചു തരാം. ഹൈ ബീമിൽ കണ്ട ആ ഒരറ്റം വരെ ലൈറ്റ് കിട്ടും. നിലവിലിപ്പോൾ നമ്മൾ ചാർജറിൻ്റെ ഇവിടെ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചാർജർ ബൈക്കുമ്പോഴേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ ചാർജറിൽ ഇങ്ങനെ കത്തി കാണാം. ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്ന് ഓഫ് ആക്കാം. ആവശ്യം മീൻസ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഒന്നും ഉണ്ടാവണ്ട. അപ്പോൾ ഇന്ന് ട്രിപ്പ് ഞെക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓഫായി. ഇനി ഇതിൽ നിന്ന് കണക്ഷൻ പറ്റില്ല. നമുക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓണാക്കാം. അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ ഇവിടെ ക്യാപ്പ് അടച്ച് വെച്ചിരിക്കാറുണ്ട്. ഇതിപ്പോൾ കാണില്ല. ആ ചാർജറിൻ്റെ ക്യാപ്പ് അത് ഓപ്പൺ ആക്കി. ഇനി അതിലേക്ക് നമുക്ക് ചാർജറിൻ്റെ കേബിൾ കണക്ട് ചെയ്യണം. കേബിൾ കണക്ട് ചെയ്യാനായിട്ട് ഇതൊരു ലോക്കാണ്. നമ്മൾ ഇങ്ങനെ വയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യണം. തിരിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിച്ചാൽ കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുത്തുക. കഴിഞ്ഞിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ചാർജർ കറക്റ്റായി കഴിയുമ്പോൾ അവിടെ അങ്ങനെ ലൈറ്റ് കത്തും. അത് നമ്മൾ ചാർജർ ഓൺ ആക്കിയിട്ടില്ലെങ്കിലും അവിടെ ലൈറ്റ് കത്തും. ഇവിടെ നിന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ലൈറ്റ് കത്തും. എന്നിട്ട് നമ്മൾ ട്രിപ്പ് മാറ്റി. ഇപ്പോൾ ചാർജർ റണ്ണിങ് ഉണ്ട്. ഒരു വട്ടം ഒന്ന് ഓഫായിട്ട് ഓണാവും. അപ്പോൾ വീണ്ടും ഒന്ന് ഓണാവും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചാർജർ ഓണാക്കിയിട്ടിട്ട് പോകണം. ഇപ്പോൾ ഓവർനൈറ്റൊക്കെ വെക്കണം. അപ്പോൾ ആരും ചാർജർ എടുത്ത് പോകാതിരിക്കാൻ ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഇട്ടിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും വലിച്ചങ്ങനെ അയക്കാൻ പറ്റില്ല. ഇപ്പോൾ ചാർജ് കയറുന്നത് നമുക്കിതിൽ കാണാം, ഡിസ്പ്ലേയിൽ കാണാം. ചാർജിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അതുപോലെ നമുക്ക് ഫോണിൻ്റെ ആപ്പ് എടുത്ത് കഴിയുമ്പോൾ അതിൽ എത്ര മണിക്കൂർ ബാലൻസ് ഉണ്ട്, ഫുൾ ചാർജ് ആവുക എന്നുള്ളതൊക്കെ ഫോണിൻ്റെ ആപ്പിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ആപ്പ്, ഒബൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ഒരു ടൈം പിടിക്കും. ഒരു 15 to 20 ദിവസമൊക്കെ പിടിക്കും ഒബൻ ആപ്പ് ഒന്ന് സെറ്റായി വരാൻ. നമ്മൾ ചിലപ്പോൾ ഷോറൂമിലൊന്നും പിടിച്ച് കഴിഞ്ഞാൽ അവർ ഒന്നും നല്ല ലാഗ് പിടിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ നമ്പർ ഉണ്ട്, കസ്റ്റമർ കെയർ നമ്പറേക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് സെറ്റാക്കി തരും. അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിയുമ്പോൾ എത്ര ടൈം എടുക്കും ചാർജിനുള്ള ഇങ്ങനെ ഇതൊക്കെ കാണിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മാപ്പ് വരുന്നത്. നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്ത് മാപ്പ് സെറ്റാക്കാനായിട്ട് ഇതിൽ ഡെസ്റ്റിനേഷൻ കൊടുക്കുക, സ്റ്റാർട്ട് അടിക്കുക. അപ്പോൾ അതിലങ്ങനെ കാണിക്കും. അതുപോലെ തന്നെ ഈ മാപ്പ് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കീ ഓൺ ആക്കി കഴിഞ്ഞിട്ട് സ്വൈപ്പ് ടു കണക്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വണ്ടി എവിടെയാണെന്നുള്ളത് ഇങ്ങനെ കാണിക്കും. പിന്നെ ഇതിൽ നമ്മൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് എത്ര സേവ് ചെയ്തു, അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. എന്തോരം ഓടി, പിന്നെ എത്ര ലിറ്റർ പെട്രോളാണ് നമ്മൾ ലാഭിച്ചത്. ഇതിലേകദേശം 100 രൂപ സംതിങ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയുടെ ടോട്ടൽ പൈസ നമ്മൾ എത്ര ഇതുവരെ ഓടിച്ചങ്ങനെ ലാഭിച്ചു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ പ്രൊഫൈലിൽ എടുക്കുമ്പോൾ ട്രാക്ക് മൈ റോർ, അതുപോലെ ട്രിപ്സ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോ വട്ടം കീ ഓഫാക്കി ഓണാക്കുമ്പോൾ എന്തോരം ഓടി, ഇത്ര 1 കിലോമീറ്റർ ഓടി, അതിന് 1% ചാർജ് യൂസ് ചെയ്തു, ഇതാണ് ഒരു സ്പീഡ് നമ്മൾ ആവറേജ് എടുത്തത്, അങ്ങനെ ഓരോ ഡീറ്റെയിൽസൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ അത് തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ഏതൊരു ലൊക്കേഷനിലേക്കാണ് ഇങ്ങനെ ഓടിച്ച് പോയത് അതൊക്കെ അതിൽ കാണിക്കാനായിട്ട് പറ്റും ട്രിപ്സിൽ. പിന്നെ അതുപോലെ ജിയോ ഫെൻസ് ഇതിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ വണ്ടി നമ്മൾ ഓഫാക്കിയിട്ടിട്ട് ജിയോ ഫെൻസ് ഇതാക്കി കഴിയുമ്പോൾ വണ്ടി ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ അറിയാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ വണ്ടി ഓഫ് കണ്ടീഷനിലാണ്, അതുകൊണ്ട് ഇവിടെ ഓഫ്, ഓൺ ആണെങ്കിൽ ഇവിടെ പച്ച കളറിൽ ഇങ്ങനെ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. പിന്നെ അതുപോലെ ഷോറൂം ഇത് എടുത്തു കഴിയുമ്പോൾ ഷോറൂമുകൾ ഇങ്ങനെ അടുത്തുള്ളതൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതെ ഇവിടെ തൃശ്ശൂരുള്ളത്, അതുപോലെ ഇങ്ങനെ ഓരോ ഷോറൂം കൊച്ചിയിലുള്ളത് ഇതൊക്കെ ഇതിലിങ്ങനെ കാണിക്കും. അതുപോലെ വണ്ടി ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിപ്പോർട്ട് തെഫ്റ്റ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഓഫായി പോകും. അപ്പോൾ വണ്ടി എടുക്കേണ്ടവർക്ക് എടുക്കാം, നല്ല സ്മൂത്താണ്, നല്ല വണ്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരിക്കലും നമുക്കിപ്പോൾ ഇവർ ഈ പറഞ്ഞ റേഞ്ച് നമുക്ക് എത്ര സ്പീഡിൽ പോയാലും അങ്ങനെ കിട്ടുന്നു അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാരണം പെട്രോൾ വണ്ടിയും അതുപോലെയൊക്കെ തന്നെ നമ്മൾ ഒരു വല്ലാണ്ടൊരു സ്പീഡിലൊക്കെ അതുപോലെ പെട്ടെന്നുള്ള ആക്സിലേഷൻ, അതുപോലെ കയറ്റം കയറുന്നു, ബാക്കിൽ ഒരാളുണ്ട്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മൈലേജ് കുറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ ഒരു സ്പീഡിൽ ആവറേജ് സ്പീഡിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറഞ്ഞ മൈലേജ് കിട്ടുക. നമ്മൾ വല്ലാണ്ട് സ്പീഡിൽ പോയിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ മൈലേജ് നമുക്ക് അതിൽ കുറഞ്ഞു വരുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ അതിൽ ഇത്ര കാണിക്കുന്നുണ്ട്, അവർ 170 പറയും, പക്ഷേ നമുക്ക് അത്ര എന്തായാലും കിട്ടില്ല, 170 ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ 140 കാണിക്കണമെങ്കിൽ ഏകദേശം 150 ആ ഒരു റേഞ്ച് വരെ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ. അതുപോലെ എപ്പോഴും 0 ആക്കാതിരിക്കുക, 20-നും 80-നും ഇടയിൽ ചാർജ് എപ്പോഴും നിർത്തുക.
ഒരിക്കലും എപ്പോഴും വണ്ടി ഡ്രെയിൻ ആക്കാനായിട്ട് നിർത്തരുത്. അല്ല, എപ്പോഴും ഫുൾ ചാർജ് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാവരും പറയും ഫുൾ ചാർജൊക്കെ ആക്കാനായിട്ട് എപ്പോഴും ഫുൾ ചാർജ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം. കാരണം നമ്മൾ എല്ലാത്തിനും സൈക്കിളുണ്ട്. അത് നമ്മൾ ഷോറൂമുകാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളൊന്നും ഇല്ല എന്നൊക്കെ രീതിക്കാണ് പറയുക. പക്ഷേ എല്ലാത്തിനും സൈക്കിളുണ്ട്, ലൈഫ് സൈക്കിളുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ആക്കുമ്പോഴാണ് ഒരു സൈക്കിളാവും. അതുകൊണ്ട് പരമാവധി ഒരു പകുതി അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നിർത്താം, ബാറ്ററി നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ എടുക്കുന്നവർക്ക് എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടും അതൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞാൻ റിപ്ലൈ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ 1.5 മാസം യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റിവ്യൂ ആണ് ഞാനിപ്പോൾ തന്നത്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.